പോസ്റ്റ്നാറ്റ് ആയുർവേദയിലുള്ള പ്രസവാനന്തര ചികിത്സകൾ നോക്കാം. നമ്മൾ മെയിനായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് പാക്കേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഓരോരുത്തരുടെ പ്രസവം എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെയും കണ്ടീഷൻ നോക്കിയിട്ടാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ്സ് നിശ്ചയിക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന ഒരു പാക്കേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. പേഷ്യൻസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും അവർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പാക്കേജാണ് ഓരോരുത്തർക്കും ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പാക്കേജാണ് പോസ്റ്റ്നാറ്റ് ആയുർവേദയിൽ ഒരു പ്രസവ പരിചരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ 3 തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. IP ആയിട്ട് അഥവാ കിടത്തിയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, OP ലെവൽ നമ്മൾ വന്നു പോയി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അങ്ങനെ അതല്ല ഹോം സർവീസ് എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻഷ്യലി പറയാൻ പറ്റുന്ന IP തന്നെയാണ്. കാരണം ഞങ്ങളുടെ കൺമുൻപിൽ തന്നെ നിങ്ങൾ കിടന്ന് നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ റെസ്റ്റ്, നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ഒരു ടച്ച് എപ്പോഴും, നമ്മളുടെ ഒരു പരിചരണം, കെയർ എപ്പോഴും ഉണ്ടാവുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൽ ഒരു 99% നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഹോം സർവീസിന് അത്ര റിസൾട്ട് ഇല്ലേ എന്ന് ചോദിക്കും. നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഫുഡ്, അല്ലെങ്കിൽ മെഡിസിൻ്റെ ടൈമോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഒരു വീട്ടിലാവുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് നിങ്ങൾ വീട്ടിൽ കഴിക്കുന്ന സാധാരണ ഫുഡുകൾ തന്നെയാണ്. പക്ഷേ അതൊരു ടൈമിൽ ഓരോരുത്തരുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു പാല് കുടിക്കുന്നുണ്ടെങ്കിൽ പോലും, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാല് കുടിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് ആവശ്യമാണോ അല്ലെങ്കിൽ അത് അവർക്ക് എപ്പോഴാണ് സമയം എങ്ങനെയെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ IP ഇതിൽ നമുക്ക് റിസൾട്ട് എന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം നമുക്കൊരു OP സർവീസ് ആണെങ്കിലും നമ്മളൊരു ഹോം സർവീസ് ആണെങ്കിലും നമ്മൾ ഡയറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ ഫോളോ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. നമുക്ക് പറയാം, ഞങ്ങൾ പുറകെ നടന്ന് ചെയ്യുന്നതും നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ റിസൾട്ടിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്നാറ്റ് ആയുർവേദയിൽ IP കേസുകളാണ് ഞങ്ങൾ കൂടുതലും ഡീൽ ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ്സുകൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെയായിരിക്കും. മെയിനായിട്ട് നമുക്ക് മസാജ് തന്നെ, ബോഡി മസാജ് തന്നെയാണ് പോസ്റ്റ്നാറ്റ് ആയുർവേദയിൽ പ്രസവ പരിചരണത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ബ്യൂട്ടി കെയർ ട്രീറ്റ്മെൻറ്റ്സുകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഹെയർ കെയർ വരാറുണ്ട്, ഹെഡ് മസാജ് വരാറുണ്ട്, ഹെയർ പാക്ക് എന്തെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫേസ് മസാജ്, ഫേസ് പാക്ക് ചെയ്യാറുണ്ട്. ഇനി ബോഡി മസാജ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡി പെയിൻ കുറയാനും ബോഡി ടോൺ റീഗെയിൻ ചെയ്യാൻ, അത് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ മസിൽസ് ഒക്കെ ലൂസായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെ നമുക്ക് റീഗെയിൻ ചെയ്ത് നോർമലിലോട്ട് കൊണ്ടുവരാനുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഓയിൽസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒരു 40-45 മിനിറ്റ് മാത്രം തന്നെ ബോഡി മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ നമുക്ക് ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ ഫുൾ ബോഡി പാക്ക് ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന രീതിയിലാണ്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ പേഷ്യൻറ്റിന് എന്നിട്ടാണ് നമ്മൾ തെറാപ്പിസ്റ്റ് വെള്ളത്തിൽ, അതായത് കഷായ വെള്ളത്തിലായിരിക്കും കുളിക്കുന്നത്. അതായത് ആ കഷായ വെള്ളത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ വൂണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ. നമുക്കിപ്പോൾ എപ്പോഴും വരുന്നൊരു സംശയമാണത്, സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ എപ്പിസോട്ടമി, നോർമൽ ഡെലിവറി ആണെങ്കിൽ എപ്പിസോട്ടമിയുടെ വൂണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കഷായം എന്ന് പറയുന്നത് കുറച്ച് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് തിളപ്പിച്ചുണ്ടാക്കുന്ന മെഡിസിൻ. അതൊരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ളൊരു വെള്ളമാണത്. അത് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു 10 ദിവസം നിങ്ങൾ വീട്ടിൽ കുളിക്കുന്നതിനും ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന വെള്ളത്തിൽ കുളിച്ചാൽ അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വൂണ്ട് ഹീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും ഈ പറയുന്ന വെള്ളം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുളിപ്പിച്ച് വയറ് കെട്ടൽ, അതുപോലെ മുടി ഉണക്കൽ, പിന്നെ നമ്മൾ സ്കിൻ കെയർ, ബ്യൂട്ടി കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ ക്രീംസുകളും സ്ട്രെച്ച് മാർക്ക് കെയർ ആയിട്ട് ക്രീംസുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നതാണ്, പാക്കേജുകളുടെ കൂടുതൽ എടുക്കുന്നതാണ് നമ്മൾ കിഴികൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ കണ്ടീഷൻ നോക്കിയപ്പോൾ വേദന കൂടുതലുള്ളവരുണ്ടാവും, നീർദോഷം കൂടുതലുണ്ടാവും. അപ്പോൾ അവർക്ക് ആ രീതിയിൽ, ചിലവർക്ക് നടുവേദന പെർസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ കിഴികളായിട്ട്, ഇപ്പോൾ പൊടിക്കിഴി, ഇലക്കിഴി, നാരങ്ങാക്കിഴി, അതുപോലെ ഞവരക്കിഴി നമ്മൾ ചെയ്യാറുണ്ട്. അത് നമ്മളൊരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റും എന്നുള്ള രീതിയിലും അതുപോലെ മസിൽ സ്ട്രെങ്തൻ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ. അതുപോലെ തന്നെയുള്ളതാണ് നമ്മുടെ ഫുഡ്. ഒരു 6 ടൈം ആയിട്ടുള്ളൊരു ഫുഡാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒരു വെജും നോൺ വെജും മിക്സും എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രസവരക്ഷാ പരിചരണത്തിൽ വരുന്ന ലേഹ്യങ്ങളും മറ്റുള്ള മരുന്നുകൾ, പുലുവുണ്ട,
പാല്, ആ രീതിയിലുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ് നമ്മുടെ പ്രസവ പരിചരണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിലുള്ള വേറൊരു ഇൻക്ലൂഡിങ് പാർട്ടാണ് നമ്മൾ എക്സസൈസും കൂടി പറഞ്ഞ് ചെയ്യിക്കുന്നത്. അപ്പോൾ എക്സസൈസ്, യോഗ നമ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ്. ഒരു ഫുൾ മെഡിസിൻ, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ എക്സസൈസ്, ഇതെല്ലാം കൂടി റെസ്റ്റ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു പാക്കേജാണ് പോസ്റ്റ് നാറ്റൽ ആയുർവേദം നിങ്ങൾക്ക് തരുന്ന പരിചരണം എന്ന് പറയുന്നത്.